പ്രിയ പ്രേക്ഷകരെ, ചരിത്രം വഴിമാറുകയാണ്. ഭാരതം ഇതുവരെ കാത്തുസൂക്ഷിച്ച ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ 5 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയുടെ പേര് കൂടി സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്നു. നമ്മുടെ ശാസ്ത്രലോകം ഒരുങ്ങിക്കഴിഞ്ഞു. സർക്കാർ പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. വെറും 10,000 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോലും കൃത്യതയോടെ എത്തിച്ചേരാൻ കഴിയുന്ന ആ അത്ഭുത സംവിധാനം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ലോകക്രമത്തെ എങ്ങനെയാണ് മാറ്റുക? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇത് ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട അഭിമാന നിമിഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് DRDOയുടെ തലവനായ ഡോക്ടർ സമീർ വി കാമത്ത് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ യഥാർത്ഥ ഗ്ലോബൽ റീച്ച് സംവിധാനമായ അഗ്നി 6 പരീക്ഷണത്തിന് പൂർണ്ണമായി സജ്ജമാണെന്നതാണ്. 10,000 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ്. ഇപ്പോൾ ഭരണകക്ഷിയും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അഗ്നി 6 ചരിത്രം കുറിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇത് കേവലം ഒരു പരീക്ഷണം മാത്രമല്ല, മറിച്ച് ഇന്ത്യ എന്ന ആഗോള ശക്തിയുടെ പുതിയൊരു പ്രഖ്യാപനമാണ്. എന്താണ് ഈ സംവിധാനത്തെ ഇത്രയധികം സ്പെഷ്യൽ ആക്കുന്നത്? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: MIRV സാങ്കേതിക വിദ്യ. സാധാരണഗതിയിൽ ഒരു മിസൈൽ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അഗ്നി 6ന് ഒരൊറ്റ യാത്രയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിനെ തടയാൻ ലോകത്തിലെ ഒരു ആധുനിക പ്രതിരോധ കവചത്തിനും കഴിയില്ല എന്നതാണ് സത്യം. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന ഈ സാങ്കേതിക വിദ്യ ഇനി ഭാരതത്തിന്റെ കൈകളിലും ഭദ്രമാണെന്നതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ കവചത്തിന് നൽകുന്ന കരുത്ത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഊഹിക്കാമല്ലോ, അല്ലെ? ഇത് വെറും ഒരു പ്രഖ്യാപനം മാത്രമല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു സൂചന കൂടി പുറത്തു വന്നിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒരു നിശ്ചിത പ്രദേശം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു നോട്ടാം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് നോട്ടീസ് ടു എയർമെൻ. അതാണ് നോട്ടാം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സാധാരണയായി വലിയ ലോങ് റേഞ്ച് സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിന് മുൻപാണ് ഇത്തരം അറിയിപ്പുകൾ നൽകാറുള്ളത്. അതായത് ലോകം കാത്തിരുന്ന ആ നിമിഷം ഏത് സമയത്തും സംഭവിക്കാം എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് സംവിധാനവും വിജയകരമായി പരീക്ഷിച്ചത്. വെറും 1500 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യങ്ങളെ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തകർക്കാൻ ശേഷിയുള്ള ആ സാങ്കേതിക വിദ്യ കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ നിര അജയ്യമായി മാറുമെന്നത് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു വസ്തുതയാണ്. ഭാരതത്തെ ഒരു സൂപ്പർ പവറാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ് തന്നെയാണിത്. നമ്മുടെ അതിർത്തികൾ കാക്കുന്നതിനും സമാധാനം ഉറപ്പാക്കുന്നതിനും ഇത്തരം അത്ഭുത സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും ആത്മവിശ്വാസവും ഈ പരീക്ഷണത്തിലൂടെ ഉയരുമെന്നതും എടുത്തു തന്നെ പറയണം. ഇതാരെയും വെല്ലുവിളിക്കാനല്ല, മറിച്ച് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാനും ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, അഗ്നി 6ന്റെ ഈ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ഈ കഠിനാധ്വാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അതൊക്കെ കുറിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.